വടക്കൻ ജില്ലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിലാണ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്, പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. കൊട്ടിക്കലാശമെല്ലാം തന്നെ കെങ്കേമമായി തന്നെ എല്ലാ മുന്നണികളും കൃത്യമായി തന്നെ ആഘോഷിച്ചു. പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന നിമിഷം അത് ആവേശകരമായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ ഓരോ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാനുള്ളത് തിരൂർ നഗരസഭയിലാണ്. ഇവിടെ 36-ാം വാർഡ് 34-ാം വാർഡിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ ഇവിടെ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ ഓരോ വീടുകൾ കയറി ഇറങ്ങുന്ന കൃത്യമായ ഓരോ വോട്ടർമാരെയും അവസാനമായി നേരിട്ട് കാണുന്ന, അതായത് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവസാനമായി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത് മുൻപ് ഇടത് പക്ഷം ഭരിച്ചിരുന്ന ഇടത് കൗൺസിലർ ഉണ്ടായിരുന്ന ഒരു വാർഡ് കൂടിയായിരുന്നു. പക്ഷേ ഇവിടെ എത്രത്തോളം വികസനം എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നമുക്ക് ഈ വാർഡിലുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടെ ഈ എത്രത്തോളം വികസനം എത്തിയിട്ടുണ്ട്? നിലവിൽ ഇടതുപക്ഷം ആയിരുന്നല്ലോ, ആദ്യം 33 വാർഡ്, ഇപ്പോഴാണ് 34. 33 വികസനം ഒന്നും നടന്നിട്ടില്ല. റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വർഷക്കാലമായ വെള്ളപ്പൊക്കമാണ്. റോഡിൽ മുഴുവൻ വെള്ളം നിറയും. ആ റോഡിൻ്റെ പണി 10 കൊല്ലം പറഞ്ഞു വെച്ചതാണ്. കേസ് കൊടുത്താണ്. എൻ്റെ സ്വന്തം അളിയൻ്റെ വീട് പൊളിക്കേണ്ടി വന്നു വെള്ളക്കെട്ടുകൊണ്ട്. ആദ്യം ഒരു ചാലുണ്ടായിരുന്നു. ആ ചാല് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അറിയാത്തത് കൊണ്ട് ആ ചാലിന് അങ്ങേ പുറം അടച്ചുകൊണ്ട് ആ ചാലിലുള്ള വെള്ളം മുഴുവനും അടുത്ത വീട്ടിലേക്ക് കയറി ആ വീട് പൊളിക്കേണ്ടി വന്നു. മഴക്കാലമായാൽ വലിയൊരു ദുരിതം തന്നെയല്ലേ? മഴക്കാലം വളരെ ദുരിതമാണ്. അതിനെന്തെങ്കിലും ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ RDO വരെ കണ്ടിരുന്നതാണ്. എന്നിട്ടും ഒരു ഇതുണ്ടായിട്ടില്ല. മുൻപുള്ള കൗൺസിലർമാരൊന്നും ആ രീതിയിലുള്ള ഒരു ഇടപെടലൊന്നും നടത്തിയില്ല. ആദ്യം ഒരു 10-15 കൊല്ലം മുമ്പേ ആണ് ഈ വാർഡ് ശരിയാക്കിയിട്ട് പോയത്. പിന്നെ അതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചന്ദ്രശേഖരൻ എന്നുള്ളൊരു വാർഡിന് മെമ്പർ ഉണ്ടായിരുന്നു. അയാളാണ് ചെയ്തത്. അതും എല്ലാവരും ഒരേ ഇതിൻ്റെ ആൾക്കാരാണ്. അവർ വന്ന് ചെയ്യുന്നുണ്ട്. ഇക്കുറി ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ആർക്ക് ചെയ്യുന്നു അവർക്ക് ആണ് ഞാനിത് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് വേണ്ട പരിപാടി നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കായിരിക്കും. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. 5-6 വീട്ടുകാരങ്ങനെ അനുഭവിക്കുന്നുണ്ട്. വഴിയില്ലാത്ത പ്രശ്നമൊക്കെ കുറേ പേർക്ക്. അത് മാത്രമല്ല, വീട്ടുകാർക്ക് മാത്രമല്ല, ഇതിലെ NSS സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഇതിലേ പോകുന്നത്, അംഗനവാടിയിലേക്ക് പോകുന്ന കുട്ടികൾ ഇതിലേ പോകുന്നത്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഓരോ വാർഡുകളിലും ഉള്ളത്. കാരണം പ്രാദേശിക തലത്തിൽ ലോക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളാണ് പ്രധാനമായും ജനങ്ങൾ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള പ്രാദേശിക വികസനത്തിന് ഊന്നൽ നൽകുന്ന ആളുകൾക്ക് വോട്ട് നൽകും എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. അത്തരത്തിൽ കൃത്യമായി തന്നെ ഇവിടെ സ്ഥാനാർത്ഥികളെ ആ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് വോട്ട് നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥിയുടെ ഗുണവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അപ്പുറം ഓരോ സ്ഥാനാർത്ഥിയുടെയും ഗുണവും മേന്മയും എത്രത്തോളം ഇടപെടാനുള്ള കഴിവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വോട്ട് നൽകും എന്നുള്ളതാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നമുക്ക് ഓരോ വാർഡുകളിലും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോ വോട്ടർമാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.